ഹായ് ഫ്രണ്ട്സ്, ചങ്ങായി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചൂട് ചോറിനോടൊപ്പം അടിപൊളിയായിട്ടുള്ളൊരു ചമ്മന്തി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ചമ്മന്തി റെസിപ്പിയുമായിട്ടാണ്. ഉണക്കമീൻ ചമ്മന്തിയാണ് കേട്ടോ. ചൂട് കഞ്ഞിക്കൊപ്പം ആണെങ്കിലും ചോറിനോടൊപ്പമൊക്കെ ആണെങ്കിലും കൂട്ടിക്കഴിക്കാനായിട്ട് പൊള്ളി ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി. അപ്പോൾ ഈ ഒരു ഉണക്കമീൻ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പം നല്ല വെയിലൊക്കെ ഉള്ള സമയമാണെങ്കിൽ കുറച്ചധികം നെത്തോലിയോ പൊടി ചാളയൊക്കെ മേടിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഉണക്കി എടുക്കാവുന്നതാണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉണക്കമീൻ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു ചട്ടിയൊക്കെ ചൂടാക്കിയതിന് ശേഷം ഉണക്കമീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉണക്കമീനൊക്കെ ഇതുപോലെ വറുത്തെടുക്കാനായിട്ട് കുറച്ച് പഴക്കമുള്ള ചട്ടി എടുക്കുന്നതായിരിക്കും നല്ലത്. ഉണക്കമീനൊക്കെ മൂത്ത് വരുന്ന സമയത്ത് ചട്ടിയൊക്കെ കുറച്ചൊന്ന് കരിഞ്ഞു പിടിക്കുന്ന ആ ഒരു രീതിക്ക് നമുക്കായിപ്പോകും. എങ്കിലും പ്രശ്നമില്ല, നമുക്കത് തേച്ച് കഴുകി എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതായത് ഉണക്കമീനൊക്കെ ഏതാണ്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. കരിഞ്ഞു പോകാനായിട്ട് പാടില്ല കേട്ടോ. നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഉണക്കമീൻ നമുക്ക് മൂത്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയുന്നത്? കയ്യിലൊന്ന് എടുത്ത് നോക്കിയാൽ മതി. കയ്യിലെടുത്ത് നോക്കിയിട്ട് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒടിച്ച് നോക്കണം. അതിങ്ങനെ ഒടിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ മീൻ റെഡിയായെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ ഉണക്കമീനൊക്കെ ഇതാ ഇവിടെ നല്ല പോലെ തന്നെ ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഇതിനെ ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഉണക്കമീൻ ആയതുകൊണ്ട് കഴുകിയിട്ടല്ല ഞാൻ ചമ്മന്തി അരയ്ക്കുന്നത്. നിങ്ങൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന ഉണക്കമീനാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിക്ക് 3-4 പ്രാവശ്യം വൃത്തിയാകുന്നത് വരെ കഴുകി വേണം ചമ്മന്തി അരയ്ക്കാനായിട്ട് കേട്ടോ. വീട്ടിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് കഴുകിയിട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള നെത്തോലി ഉണക്കമീനൊക്കെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ നെത്തോലി മാത്രമായിട്ടൊന്ന് പൾസ് ചെയ്തിട്ടെടുക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതാ ഞാൻ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ. നല്ലതുപോലെ ഇത് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഇവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങ എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുഞ്ഞുള്ളിയും ഒരു പച്ചമുളകുമാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുള്ളിയൊക്കെ കുറച്ചധികം ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും, ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ തേങ്ങ നമ്മൾ ഈ ഒരു ചമ്മന്തിക്ക് വേണ്ടിയിട്ട് എടുക്കുമ്പോഴത്തേക്കും നെത്തോലി മീനിൻ്റെ അളവായിരിക്കണം കൂടുതലായിട്ട് നിൽക്കേണ്ടത്. തേങ്ങയുടെ അളവ് കുറച്ചായിട്ടായിരിക്കണം എടുക്കാനുള്ളത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു മാത്രം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉണക്കമീൻ ആകുമ്പോഴത്തേക്ക് എന്തായാലും ഉപ്പുണ്ടാകും. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഉണക്ക നെത്തോലി ചമ്മന്തി ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ എല്ലാ വീഡിയോസിനും തന്നെ സപ്പോർട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലേക്ക് അടിച്ച് പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതിലൊരു ഓപ്ഷൻ കാണിക്കും, അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.